ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളൊരു മൂന്നാർ ട്രിപ്പൊക്കെ കഴിഞ്ഞ് അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി. അപ്പോൾ അത് കാരണമായിരുന്നു ഡിസംബർ 2 ആയിരുന്നു നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ഫാമിലി ട്രിപ്പാണ്. നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മളുടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചുമ്മാ പെട്ടെന്ന് പ്ലാൻ ചെയ്തു മൂന്നാറിലേക്കൊന്ന് പോകുമ്പോൾ ഒന്ന് ചില്ല് ചെയ്തിട്ടൊക്കെ വരാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഓൺ ദ വേ മൂന്നാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെന്നെത്തിയത് ചിയാപ്പാറയിലായിരുന്നു. ചിയാപ്പാറ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുന്നത് വെച്ചാൽ ഹിന്ദിക്കാരായിരുന്നു. ഒരു ബംഗാളി ഫീലായിരുന്നു അവിടെ ചെന്നിട്ട്. നമ്മുടെ ആൾക്കാരൊക്കെ കുറവായിരുന്നു. എന്താ പറയുക, കുറേ ഹിന്ദിക്കാരുണ്ടായിരുന്നു. അവർ ഹണിമൂണും പിന്നെ കുറേ കപ്പിൾസ് ഹണിമൂൺ ട്രിപ്പൊക്കെ ആയിരുന്നു അവരുടെ. പിന്നെ ഫ്രണ്ട്സായിട്ടൊക്കെ കുറേ പേര് വന്നു. ഒടുക്കത്തെ വെയിലായിരുന്നു ഇവിടെ. സത്യം പറയാമല്ലോ, ഫോട്ടോ എടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുമായിരുന്നു. ഒരു ഫോട്ടോ കിട്ടി, സ്പോട്ടൊക്കെ തപ്പിപ്പിടിച്ചെടുത്താണ്. കാരണം എല്ലാവരും ഭയങ്കര ഇടിയായിരുന്നു അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കരിഞ്ഞ് കുരഞ്ഞ് വണ്ടി കയറി നേരെ നമ്മൾ മൂന്നാറിലേക്ക് വിട്ടു. നമ്മളൊരു 1:30-2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എത്തിയായിരുന്നു. നമ്മൾ കുറേ സ്ലോ ആയിട്ട് ഓരോ സ്പോട്ടൊക്കെ കണ്ട് കണ്ട് എൻജോയ് ചെയ്താണ് നമ്മൾ പോയത്. പിന്നെ ഈ ഒരു ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താണ് രാവിലെയാണെന്ന്. ഒട്ടുമല്ല, ഇത് വൈകുന്നേരമാണ്. പക്ഷെ എന്താ പറയുക, നല്ല കോടയൊക്കെ കൊണ്ട് നമ്മൾ വെളുപ്പിനെ എണീറ്റ ഒരു ഫീലാണ്. അവിടെ വെയിലുണ്ടെങ്കിലും മൂന്നാർ എത്തിയപ്പോൾ വെയിലുണ്ടെങ്കിലും നമ്മൾ അറിയത്തേയില്ല. നമുക്ക് തണുപ്പാണ് ശരിക്കും ഫീൽ. വെറുതെ എല്ലാ ആൾക്കാരും നല്ല മൂന്നാറൊക്കെ പോയി ചില്ല് ചെയ്തിട്ട് വരാമെന്ന് പറയുന്നത്. കാരണം അവിടെ അടിപൊളിയാണ്. സീനറിയൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മളിങ്ങനെ വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ട് അടിപൊളിയായിരുന്നു. ഒന്നും പറയാനില്ല. ഇപ്പോൾ നല്ലൊരു ബെസ്റ്റ് ടൈമും കൂടിയാണ് നമുക്ക് മൂന്നാറിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ മൂന്നാറിലേക്ക് പോയി. ഞങ്ങളവിടെ ഓൾറെഡി ഒരു സ്പോട്ടൊക്കെ, അതായത് ഒരു താമസിക്കാനായിട്ടുള്ള ഒരു ഹോട്ടലൊക്കെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നിർത്തി നിർത്തി ഓരോ തേയിലത്തോട്ടവും അതൊക്കെ ഇങ്ങനെ കണ്ടിട്ടാണ് നമ്മൾ പോയത്. അങ്ങനെ രാത്രിയായപ്പോൾ നമ്മൾ വീണ്ടും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ ഇത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരിക്കലും മിസ് ചെയ്യരുത് ഈ ഒരു സ്ഥലം. ഞാനിതിൻ്റെ പേരും ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഇട്ട് തരാം. കമൻറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ ഇട്ട് തരാം എന്തായാലും. ഇത് നമ്മൾ മൂന്നാർ പോകുമ്പോൾ നമ്മളുടെ കുട്ടികൾ എപ്പോഴും കൂടിയാണെങ്കിൽ അവർക്കൊരു പാർക്കായിരിക്കും എപ്പോഴും ഇഷ്ടം അല്ലേ. അപ്പോൾ ഇത് കുട്ടികൾക്ക് വേണ്ടി എന്താ പറയുക, ഒരു തരത്തിലും എന്താ പറയുക നമ്മൾ മിസ് ചെയ്യരുത്. കാരണം ഈ ബസ്സുകളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം സ്കൂൾ ട്രിപ്സാണ് കൂടുതലും വന്നിരിക്കുന്നത്. എന്താ പറയുക, പാർക്കിൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അന്ന് അതുപോലെ ലൈറ്റൊക്കെ ഇട്ട് നൈറ്റിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വൈബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എനിക്ക് ഇങ്ങനെ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാട്ടും കൂടുതൽ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സൂപ്പറായിരുന്നു. ഒരാൾക്ക് 50 രൂപയാണ്. പിന്നെ ഇതിൽ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ചെന്ന് നിന്നാൽ മാത്രം മതി. നമുക്ക് ഇവിടെ ഓരോ സ്പോട്ടും ലൈറ്റ് ഇട്ട് ഫോട്ടോയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കുക. നമ്മളിനി സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്പോട്ട് അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചറപറ ഒരു മാസത്തേക്ക് ഇടാനുള്ള അത്രയും ഫോട്ടോസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. നമ്മളിവിടെ ചെന്ന് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഒരു പിങ്ക് ലൈറ്റൊക്കെ ഇട്ടൊരു പുലീനെ അവിടെ വെച്ചിരിക്കുന്നത്. അതൊക്കെ ഒരു സ്പോട്ടാണ്. പിള്ളേരൊക്കെ നമുക്ക് അവിടെ ഇരുത്തി വേണം നമുക്ക് കയറി ഇരിക്കാൻ അതിനകത്ത് അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടും. അങ്ങനെ ഞാൻ ജോക്കൂട്ടനെയൊക്കെ കയറ്റി ഇരുത്തി. അതുപോലെ ഇതാണ് ഗാവിൻ, ജോക്കൂട്ടൻ്റെ ഫ്രണ്ടായിരുന്നു. ഈ ഗാവിൻ ഉണ്ടായിരുന്നുകൊണ്ട് ജോക്കൂട്ടൻ ഫുൾ ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു. പിള്ളേരൊക്കെ ശരിക്കും എൻജോയ് ചെയ്തു. അവിടെ നിന്ന് നമ്മൾ വീണ്ടും അടുത്തൊരു സ്പോട്ടിലേക്ക് പോയി. അടുത്തൊരു സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഫുൾ ലൈറ്റിംഗ് ആണ്. ഇപ്പുറത്തും തൊട്ടപ്പുറത്തും ഇപ്പുറത്തും. അപ്പോൾ ഞങ്ങൾ മാറി മാറി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ നേരെ നടന്ന് അടുത്തൊരു സ്ഥലത്തേക്ക് പോയി. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഫുൾ ലൈറ്റിങ്ങാണ്. ശരിക്കും നമുക്ക് എന്താ പറയുക, നമ്മൾ നൈറ്റൊക്കെ ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഇങ്ങനെ സ്വസ്ഥമായിട്ടൊക്കെ ഇരിക്കാൻ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പാർക്കാണ്. ഈ ഒരു ട്രീ ഉണ്ടോ, എന്ത് ഭംഗിയാണ്. അത് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കുക. എനിക്ക് പറയാൻ കിട്ടുന്നില്ല ശരിക്കും, എന്ത് പറയണം എന്നറിയില്ല. പിന്നെ കൊണ്ട് കമ്പനി കൊടുക്കാൻ വേണ്ടി സീസോയിലൊക്കെ കയറിയിരുന്ന് ആടി നമ്മളും ആ പിള്ളേരുടെ ഒരു മൈൻഡ് സെറ്റിലേക്ക് പോകും. നമ്മൾ കുറേ ടൈം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഞാൻ അവിടെ പോയി ഊഞ്ഞാലാടി. പിന്നെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ കയറി കുട്ടികളാണെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്ത് കളിച്ച് മടുത്തിട്ടാണ് നമ്മൾ ശരിക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയത്. പിന്നെ ഈ ഒരു റിങ് ഇങ്ങനെ ഉണ്ടോ, റിങ്, ആ ഒരു സംഭവം ലൈറ്റ് ഇങ്ങനെ പല ടൈപ്പിലാണ് വരുന്നത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു മൾട്ടി കളർ വരുമ്പോഴൊക്കെ നല്ല ഭംഗിയായിരുന്നു. നമ്മൾ അതിൽ കൂടി തന്നെയാണ് ഇറങ്ങി വരുന്നത്. ആ ഒരു ലൈറ്റ് ക്യാച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഒരു സൈഡ് കിട്ടുമ്പോൾ വേറൊരു സൈഡ് കിട്ടില്ല. അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. അത് നമ്മൾ ശരിക്കും കാണുമ്പോഴേ ആ ഒരു ഫീല് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ വേറെ അമ്പലം പോലെ ഒരു സെറ്റപ്പ് ഉണ്ട്. അവിടെ ഒരു ഫ്രോഗിനെയൊക്കെ ലൈറ്റിൽ സെറ്റ് ചെയ്യിക്കണതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ശരിക്കും ആ ഒരു സ്പോട്ടൊക്കെ കാണുമ്പോൾ കുട്ടികളെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. ഇത് നമ്മളുടെ പിറ്റേ ദിവസത്തെ ഒരു വ്യൂ ആണ്. നമ്മൾ താമസിക്കുന്ന ആ ഒരു ഹോട്ടലിൻ്റെ അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ്. ശരിക്കും എന്താ പറയുക, നല്ല ഭംഗിയൊക്കെ ആണ്. രാവിലെ എനിക്ക് തോന്നുന്നു ഒരു 8 or 9 ആ ഒരു ടൈമൊക്കെ. അപ്പം നമ്മൾ സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒരു ഇത്രയും ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ളൊരു ബലൂണാണിത്. എത്ര ദൂരത്തുനിന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബലൂണിൻ്റെ സൈസ് എത്രയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അത്രയും വലുത്. അപ്പം നമ്മൾ ഓർത്ത് വെച്ചു, ഓക്കെ ഈ സ്പോട്ടിൽ എന്തായാലും പോയേ പറ്റുള്ളൂ. ആ ബലൂണിൻ്റെ സംഭവം എന്താണെന്ന് നമുക്ക് അറിയണം. അതിൽ കയറാൻ പറ്റുവാണെങ്കിൽ കയറണം എന്ന് എഴുതിയിട്ട് തന്നെയാണ് നമ്മൾ നിർണ്ണയിച്ചത്.
അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ടൈം ഉണ്ടായിരുന്നു വെക്കേറ്റ് ചെയ്യാൻ. ആ ഒരു ടൈമിൽ പോയിട്ട് എന്തായാലും നമ്മൾ വെക്കേറ്റ് ചെയ്യാൻ പോവല്ലേ. പിന്നെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് മേക്കപ്പൊക്കെ ചെയ്തിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് സ്ലോ മോഷൻ വീഡിയോസൊക്കെ പിടിക്കണ്ടേ. നമ്മൾ എൻജോയ് ചെയ്യാൻ വന്നിരിക്കുകയാണല്ലോ. എൻജോയ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ കുറച്ച് എന്താ പറയുക സ്ലോ മോഷൻ വീഡിയോസും ഫോട്ടോസും അങ്ങനെ കാര്യങ്ങൾ നമ്മുടെ ഒരു എന്താ പറയുക നമ്മൾ ശരിക്കും റിലാക്സ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ടെൻഷനും മറന്ന് നമ്മൾ നമ്മളുടേതായിട്ടുള്ള ആ ഒരു ലോകത്തേക്ക് പോകണ്ടേ. അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ കുറേ എൻജോയ് ചെയ്തു. എനിക്ക് നല്ല കുറേ വീഡിയോസൊക്കെ എടുത്ത് തന്നു. നിച്ചുവിനോട് ഞാൻ ഒരുപാട് താങ്ക്സ്. പിന്നെ എൻ്റെ എല്ലാം ഇതിനും കൂട്ട് നിൽക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് നോക്കി വെച്ചിട്ട് നമ്മൾ ബലൂണിൻ്റെ സ്പോട്ടിലെത്തി. ശരിക്കും ഭയങ്കര ഒരു ഹ്യൂജ്, നമുക്ക് പറയാൻ പറ്റാത്ത അത്രയും നല്ലൊരു വലിയ ബലൂണാണ്. ഇവിടെ എനിക്ക് കുറച്ചൊരു ഇത് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ പെർ ഹെഡ് 1500 ആണ്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. പിന്നെ പിള്ളേർക്കൊക്കെ ഭയങ്കര പേടിയാണ്. കൂട്ടത്തിലൊരു ധൈര്യശാലി ഞാൻ മാത്രമായിരുന്നു. അപ്പോൾ ഒറ്റയ്ക്ക് കയറാൻ എനിക്കും ധൈര്യം കൂടുതലായതുകൊണ്ട് ഞങ്ങൾ കയറിയില്ലായിരുന്നു. പിന്നെ ഇത്രയും എമൗണ്ടാണ്, ഒരു 5 മിനിറ്റ്സ് പോലും നമ്മളതിൽ സ്പെൻഡ് ചെയ്യുന്നില്ല. സൗണ്ടൊക്കെ കേട്ടപ്പോൾ കുട്ടികൾ ശരിക്കും പേടിച്ചു പോയി. അപ്പോൾ നമ്മൾ ജസ്റ്റ് കണ്ട് ചുമ്മാ അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കി നിന്നതിൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. ഒരു ചെറിയ പേടി എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞു നേരെ നമ്മൾ ഈ ഒരു ഡാം കാണാൻ വേണ്ടി എത്തി. ഇവിടെ കുറേ വാട്ടർ സ്പോർട്സ് ഒക്കെ ഉണ്ട്. അപ്പം നല്ല രസമായിരുന്നു. പക്ഷേ നമ്മൾ അധികം അങ്ങോട്ട് ഇറങ്ങിയില്ല, ഭയങ്കര ക്യൂ ആയിരുന്നു. പിന്നെ വാട്ടർ സ്പോർട്സ് എനിക്കിഷ്ടമാണ്. പിന്നെ കുട്ടികൾക്ക് ബോറടിച്ചാലോ എന്ന് കരുതിയിട്ട് അവർക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. അതുകൊണ്ട് നമ്മൾ അതിനകത്തേക്ക് ഇറങ്ങിയില്ല. പിന്നെ വെയിലും ഉണ്ടായിരുന്നു, കുട്ടികൾ ആകെ ടയേർഡും ആയതുകൊണ്ട് നമ്മൾ അതിലിറങ്ങിയില്ല. ചുമ്മാ ഇങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് തേയിലപ്പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വാങ്ങി നമ്മൾ അവിടെ നിന്നും നേരെ ഇറങ്ങി. പിന്നെ നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്, ഇങ്ങനെ തൂങ്ങിപ്പോവുക എന്നുള്ളത്. എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഒരു അത്ര ധൈര്യം പോരാ. ഇതിലെനിക്ക് ഏറ്റവും ഒരു എന്താ ഒരു ഇതായിട്ട് തോന്നി, ഒരു അമ്മാമ്മ സാരിയൊക്കെ കൊടുത്ത് പോകുന്ന പോക്ക് നോക്കി. ഈ ഒരു പ്രായത്തിൽ അവരുടെ ധൈര്യം ശരിക്കും സമ്മതിക്കണം അല്ലേ. നല്ല കൂളായിട്ട് അമ്മമ്മ റോക്സ് എന്ന് പറയുന്ന പോലെയായിരുന്നു. അതുപോലെ ഒരു അപ്പാപ്പനും അങ്ങനെ പ്രായം ഒരു പ്രശ്നമേ അല്ല എന്ന് കരുതിയിട്ടാണ് ആൾക്കാർ ശരിക്കും അങ്ങനെ ആവണം. നമ്മൾ ശരിക്കും നമ്മളെപ്പോഴും നമ്മളത്ര നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യണം. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ വിട്ടത് ഫോട്ടോ പോയിന്റിലേക്കായിരുന്നു. കുറേ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അവർ നമ്മളുടെ കിടിലും ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ സെൻഡ് ചെയ്തെന്ന് നമ്മൾ അവിടെ നിന്ന് വേക്കും ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞിറങ്ങി. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.